ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു സ്ട്രീം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും വോയിസും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഞാൻ രണ്ടാമത് വോയിസ് ഓവർ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ്. ഔട്ടിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു വൈകുന്നേര സമയത്ത് വീടിൻ്റെ പുറത്തേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടിയും കൂടെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, ഇടയ്ക്കൊക്കെ ഇതുപോലെ സമയം കിട്ടുന്ന ടൈമിലൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോകാറുണ്ട്. ഇപ്പോൾ പൊതുവേ മഴയൊക്കെ ആയത് കാരണം വളരെ കുറവാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾ കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കിയിലാണ്. എന്നെ ഇപ്പോൾ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ എല്ലാവരോടും എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് വയനാട്ടിലേക്കാണെന്ന് പറയുമ്പം എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ആഹാ അതും ഒരു ഇടുക്കി തന്നെയല്ലേ. എനിക്ക് പല കാര്യങ്ങളിലും നമ്മുടെ നാടും ഈ ഒരു നാടും തമ്മിൽ സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഇടുക്കീനെ സംബന്ധിച്ച് ഇടുക്കിയിലുള്ള ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൂലമറ്റത്തു നിന്നൊക്കെ പോകുന്ന ആ ഒരു ഫോറസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ തേക്കടി അങ്ങനെയുള്ള കുറച്ച് ഏരിയകളാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒന്ന് ഇവിടുത്തെ ഫോറസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് മൈസൂർക്ക് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഊട്ടിക്ക് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുത്തങ്ങ അങ്ങനെ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടുത്തെ ഈ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഔട്ടായിട്ടിരിക്കുമ്പോൾ പോകാനൊക്കെ ഇഷ്ടം ഇവിടുത്തെ ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കുറുവ ദ്വീപിലേക്കാണ് കേട്ടോ. കുറുവ ദ്വീപിലേക്ക് നമ്മൾ പോയാലും കുറുവ ദ്വീപ് ഇപ്പോൾ ഓപ്പൺ അല്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ വഴി കൂടെ യാത്ര ചെയ്യാമല്ലോ, വണ്ടി പോകുമല്ലോ. അപ്പം അത് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പം കാണാനും നല്ല രസമാണ്. ആനയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയ കോമഡി ഉണ്ടായ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയ വഴിയിൽ ആന ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആനേനെ കണ്ട വെപ്രാളത്തിൽ ഫോൺ താഴെയും പോയി, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അവർ നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഇനിയുള്ള യാത്രയാണ് കേട്ടോ കറക്റ്റായിട്ട് പറഞ്ഞാൽ കുറുവ ദ്വീപിലേക്കുള്ള യാത്ര. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, രണ്ട് സൈഡിലും ഇങ്ങനെ കാടും മലയും കുന്നൊന്നുമില്ല കേട്ടോ. ഞാനങ്ങ് പറഞ്ഞപ്പോൾ ഒരു വായ്ത്താളത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ ഇങ്ങനെ മലയും മരങ്ങളും. അപ്പോൾ ഈ രണ്ട് സൈഡിലും മരങ്ങൾക്ക് ഇടയിൽ കൂടെ ഉള്ള വഴിയും ഇതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മുടെ ഇടുക്കിയിൽ കൂടെ പോയാൽ ഈ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്നതിൽ ഞാൻ പറഞ്ഞ പോലെ എന്നെ അങ്ങ് പിടിച്ച് നിർത്തിയതിലൊരു പ്രധാന റീസൺ തന്നെ ഇതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ആൾക്ക് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ്. ആൾ ഇപ്പം സോളോ ട്രിപ്പ് ആണെങ്കിലും പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നമ്മളെ എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകാവുന്ന ഒരാളാണ് കേട്ടോ. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇതിപ്പോൾ ശരിക്കും കുറുവ ദ്വീപിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ കുറുവ ദ്വീപിലേക്ക് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഇഷ്യൂസൊക്കെ വന്ന് കുറുവ ദ്വീപിൽ ഒരാളെ ആന ചവിട്ടിക്കൊള്ളു, ഒരു ഫോറസ്റ്റ് ഗാർഡിനെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഒന്ന് പോയപ്പം കുറുവ ദ്വീപ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തുറന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല. എന്തായാലും പോകുന്ന വഴിയിൽ ഇതാ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ആൾക്കാർ ഒരുപാട് താമസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഇതാണ്, അതായത് നമ്മൾ ഈ വയനാടിൻ്റെ റീൽസിലൊക്കെ കാണില്ലേ, മറ്റേ നമ്മുടെ ആനവണ്ടി KSRTC ഒക്കെ വരുന്ന ഈ ഫോറസ്റ്റ് പോലെയുള്ളത്, അത് ഇതാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നത്. ആൾ നമ്മളിങ്ങനെ കൊണ്ടു നടന്നിട്ട് അതിതാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ വരുന്ന ആനവണ്ടി. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മളിടയ്ക്ക് കാണലില്ലേ. അപ്പോൾ അതിങ്ങനെയാണെന്നാണ് ആളെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതാ ഈ പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആനേനെ കണ്ടത്. ആനേനെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരാളൊന്നും ആയിരുന്നില്ല, 2-3 പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒത്തിരി ചെറിയ ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. പക്ഷേ നമ്മൾ ഓർക്കാപ്പുറത്താണ് കേട്ടോ കണ്ടത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളും വെപ്രാളപ്പെട്ട് പോയി. നമ്മൾ വണ്ടി ഒതുക്കിയതിൻ്റെ നേരെ മോൾ ഭാഗത്തായിട്ടായിരുന്നു ഇവർ നിന്നത്. ഇവർ ഇല്ലി ചായച്ചിട്ടിട്ട് ഇല്ലിന്ന് ഇല പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴത്തേന് നമ്മളാണെന്നുണ്ടെങ്കിൽ ഷോക്കായിപ്പോയി. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഫോണും പോയി, ഒരുതരം വെപ്രാളമായിപ്പോയി. അത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് പോന്നു. അവിടുന്ന് പോന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിംഗ് എന്നുള്ള രീതി, ഒത്തിരി രാത്രി ആവുന്നേക്കാളും മുമ്പ് തന്നെ തിരിച്ച് കുട്ടീനെയായിട്ടല്ലേ പോകുന്നത്, തിരിച്ച് വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാട്ടിക്കൂടെ നന്നായിട്ട് യാത്ര ചെയ്ത് നമ്മൾ മാക്സിമം ഒരു 2 മണിക്കൂറൊക്കെ പുറത്ത് ചിലവഴിച്ചുള്ളൂ. ഒന്നാമത്തെ കാര്യം നല്ല മഴയാണ്, പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നലെയൊക്കെ പൊതുവേ നല്ല കാറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാറ്റും ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ വെച്ചിട്ടുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചും പോന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ യാത്ര നമ്മൾ അവസാനിപ്പിച്ചത്, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ട് അവസാനിപ്പിച്ചു. നമ്മൾ മാനന്തവാടിക്ക് പോകണമെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പോയില്ല കേട്ടോ. ഒത്തിരി സന്ധ്യയായി, നമുക്ക് വീട്ടിൽ വന്നിട്ട് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനന്തവാടി പോക്ക് ക്യാൻസലാക്കിയിട്ട് നമ്മൾ നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ ഇതാണ് നമ്മളെ അവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പുൽപ്പള്ളിക്ക് പോകുന്ന വഴിയെന്നാണ്. എനിക്ക് കറക്റ്റായിട്ട് ഞാനിവിടെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം നോർമലായിട്ടുള്ളൊരു വഴിയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് പ്രോപ്പറായിട്ട് നമ്മുടെ കുറുവ ദ്വീപിലേക്കുള്ളൊരു വഴി കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല 2 സൈഡിലും നിറച്ചും മരങ്ങളും അതുപോലെ തന്നെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് ആവശ്യത്തിന്. പിന്നെ ഇത് സ്ഥിരം വണ്ടി ഓടുന്ന റോട്ടാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ 2 വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതിനുള്ളൊരു സ്പേസ് എനിക്കിവിടെ തോന്നിയില്ല. ഇപ്പം നമ്മുടെ എതിരെ ഒരു ലോറി വന്നാൽ നമ്മളവിടെ കുടുങ്ങി പോകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്, അങ്ങനെ കുടുങ്ങിയ സമയത്താണ് കേട്ടോ നമ്മൾ ആനേനെ കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും വീഡിയോ എടുക്കാനും പറ്റാതെ വന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്ര നല്ല രസമായിട്ട് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞാനത് കട്ട് ചെയ്തത്, എൻ്റെ വോയിസ് ഓവർ കട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തരുന്നത് നല്ല വ്യക്തമായിട്ട് വീഡിയോയിൽ കേൾക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വോയിസ് കട്ട് ചെയ്താണ് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് മറ്റൊരു ഗാർഡിനെ പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആൾക്കറിയാം എൻ്റെ ഒരു ഫേവററ്റ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്നോട് ചോദിക്കുകയാണ് അഞ്ജു നമുക്കിപ്പോൾ എവിടെ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാം ഫോറസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ശരിക്കും പ്രത്യേക ഫീലാണ്. നമ്മുടെ മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും പെട്ടെന്ന് മാറി കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്കെപ്പോഴും ഈ ഒരു ഫോറസ്റ്റ്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ നോർമലി നമ്മളെടുത്ത ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കുന്നിൽ പോകാനാണോ ഇഷ്ടം, അല്ലെ ഫോറസ്റ്റ് പോകാനാണോ ഇഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ ബീച്ചിൽ പോകാനാണോ ഇഷ്ടം, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ഇതാണ് കേട്ടോ, നമ്മുടെ കുറുവ ദ്വീപിലേക്ക് പോകുന്ന വഴി നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അവരുടെ അടുത്ത് പറയാം എനിക്ക് ഫോറസ്റ്റിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇഷ്ടം. എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്കൊരു കൗതുകമാണ്, കൂടുതലും കൗതുകമുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ആനയുണ്ടോ അതുണ്ടോ ഇതുണ്ട്, അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു കൗതുകവും അതൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ റീസൺ. അപ്പോൾ നമ്മൾ കുറുവ ദ്വീപിൽ നിന്ന് പെട്ടെന്ന് പോകുന്നു, കുറുവ ദ്വീപ് എന്നല്ല, അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ സാധാ റോട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പം നമ്മൾ നമ്മുടെ താമസിക്കുന്നിടത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് 2-3 ഇടത്തൊക്കെ നിർത്തിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും വീഡിയോയിലാക്കിയിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ്. അപ്പോൾ തന്നെ കുറേ ഷേക്ക് ആവുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിലാണ് ആദ്യം ഉള്ളത്. അപ്പോൾ ആദ്യനെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനത് പിടിച്ച് കുത്തിക്കളയും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയോട് കൂടി എൻ്റെ അതായത് മൊബൈൽ ക്യാമറ വീഡിയോസ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ ഉണ്ട്, ക്യാമറയിൽ വീഡിയോ എടുക്കാമെന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യാമറയുടെ ABCD അറിയത്തില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനെന്തായാലും ഇനി അത് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വേണം ക്യാമറ പ്രവർത്തിപ്പിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര എന്താ പറയുക, ഇതുപോലെ ഒരുപാട് ശരിക്കും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സ് ഇവരെയൊക്കെ ഇടയ്ക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് എല്ലാ ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്താ ഇവിടെ പണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ചെറിയ ഇത് കൂട്ടൊക്കെ വന്ന് പോരായ്മയൊക്കെ വന്ന് ഈ ആൾക്കാർ ഇങ്ങനെ ചോദിക്കലില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര സ്ട്രഗിൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒട്ടും നമ്മുടെ ലൈഫ് അവരുടെ ഒരു
എന്താ പറയുക, അവരെ എന്താ അങ്ങനെ എനിക്കത് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അവരെ എന്താ പറയുക, അവരുടെ ഒരു സഹകരണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പം വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആകുമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, അവൻ ഒരു സൈഡിൽ കിടന്ന് നല്ല കാർച്ചയാണ്. അപ്പം എനിക്കിപ്പോൾ ഇനി അവനെ ഉറക്കിയിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നതും നമ്മുടെ ഒരു കൊച്ചു ലൈഫിൽ നമുക്ക് മാക്സിമം സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ കുറേ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ പണം ഉണ്ടെന്ന് പറഞ്ഞതോ അതിലൊന്നും ചിലപ്പോൾ ഒരു സന്തോഷവും കാണത്തില്ല. ചിലപ്പം നമ്മൾ പുറത്തിറങ്ങിപ്പോയി ഒരു കട്ടൻ ചായ കുടിക്കുന്നതിൽ നമുക്ക് സന്തോഷം കാണും. അപ്പം അങ്ങനെയൊരു ജീവിതമാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ചത്. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടൊരു ഗ്രാൻഡായിട്ടുള്ള ജീവിതം വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്തായാലും ദൈവം എനിക്ക് ഇട്ട് തന്ന എൻ്റെ പാർട്ട്ണർ എന്തായാലും എനിക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നതും, നമുക്ക് ഇപ്പം എന്താ പറയുക, ഏട്ടാ നമുക്കൊന്ന് പുറത്ത് പോവാം എന്ന് പറഞ്ഞാൽ ഓക്കെ ഡി നമുക്ക് പോവാം എന്ന് പറയാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ പറയാം എങ്കിൽ പോവാം നമുക്ക് വാ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകാൻ മനസ്സുള്ള ഒരാളും നമ്മുടെ പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ പെട്ടെന്ന് ഓക്കെ ആകും. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടം കൊണ്ടൊക്കെ അങ്ങ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി നിർത്തി അവിടെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി ഈ പാലം കടന്ന് നമ്മൾ നേരെ പിന്നെ പോയത് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ മറ്റേ അർജുൻ്റെ രക്ഷാപ്രവർത്തനം ഫോണിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വോയിസ് അതിൻ്റെ അകത്ത് കടന്നു വരണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും എനിക്കറിയാം അർജുനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്, ഞാൻ എൻ്റെ കുട്ടിയായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അർജുൻ്റെ വൈഫിനെയും അർജുൻ്റെ കുട്ടീനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ ഒരു സുപ്രഭാതത്തിൽ നമുക്കാണ് ഈ ഒരു വിഷയം വന്നാൽ നമ്മൾ എത്രമാത്രം തകരും, അതിൻ്റെ അതേ ഒരു സിറ്റുവേഷനിലൂടെയാണല്ലോ അവരും കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെയൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് വ്യൂസ് ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ കുറവായിരുന്നു, നമുക്ക് എണ്ണാവുന്ന വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട്